എന്ന കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ അന്ന് പിടികിട്ടിയത് കൊണ്ടാണ് മെഡിക്കൽ സയൻസ് ഇന്ന് ഇത്രയും മുന്നിട്ട് വന്നത്. ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടു. ആൽബർട്ട് ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം ഒരു പ്രാവശ്യം ട്രെയിൻ യാത്ര നടത്തുമ്പോൾ വലത്ത് കണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം തിരിച്ചു വന്നപ്പം ഇടതുഭാഗത്തായി. അപ്പോൾ യഥാർത്ഥത്തിൽ വലത്തേതാണ് ഇടത്തേതാണെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ശാസ്ത്രജ്ഞന്മാരും, ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും ഉൾവിളിയിൽ നിന്നാണ് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നത്. അവരുടെ ഉൾവിളിയിലേക്കുള്ള ഗതി എങ്ങനെയാണ്? ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അബദ്ധത്തിൽ മാത്രമേ ഉൾവിളിയുടെ തലത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. മഹർഷീശ്വരന്മാർക്കോ യഥേഷ്ടം ഉൾവിളിയുടെ തലത്തിൽ പോകാനും ഇറങ്ങി വരാനും സാധിക്കും. ഉൾവിളിയുടെ തലത്തിലേക്ക് യഥേഷ്ടം കയറി ഇറങ്ങാൻ സാധിക്കുന്ന മഹർഷീശ്വരന്മാരാണോ, അതോ അബദ്ധത്തിൽ മാത്രം ഉൾവിളിയുടെ തലത്തിലേക്ക് കയറാൻ സാധ്യത ലഭിക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാരാണോ വലിയ ശാസ്ത്രജ്ഞന്മാര്? എനിക്കതിൽ സംശയമില്ല. മഹർഷീശ്വരന്മാര് തന്നെയാണ് മഹാശാസ്ത്രജ്ഞന്മാര്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മഹാശാസ്ത്രജ്ഞന്മാരുടെ ഉൾവിളിയിൽ നിന്ന്, ഉൾക്കണ്ണിൽ അവർ കണ്ടറിഞ്ഞു, ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തിക ഊർജത്തെ തളം കെട്ടി നിർത്തി അധ്യാത്മവത്കരിച്ചാൽ മനുഷ്യരാശിക്ക് സമാധാനം ഉണ്ടാകാൻ സഹായകമാകും. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, ഈ സർവവ്യാപിയെ എങ്ങനെയാ നിങ്ങൾ തളം കെട്ടി നിർത്തുക? വീട്ടിൽ കുളവും കിണറും ഒക്കെ കുഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. സർവവ്യാപിയല്ലേ ഭൂമിക്കടിയിലൂടെ വെള്ളം? ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടില്ലേ ഈ എർത്ത് ടേബിൾ കഴിഞ്ഞാൽ പിന്നെ ഈ ക്രസ്റ്റിന്റെ താഴെയുള്ളത് വാട്ടർ ടേബിൾ ആണ് എന്ന്? ഭൂമിക്കടിയിലൂടെ സർവവ്യാപിയായി ഒഴുകുന്ന വെള്ളത്തിന്റെ സർവവ്യാപിത്വം നമ്മുടെ വീടുകളിലും കിണറുകളും കുളങ്ങളും ഉണ്ടാക്കിയാൽ ഇല്ലാതെയായിട്ടുണ്ടോ? കുഴൽക്കിണറൊക്കെ വരുന്നതിന് മുമ്പത്തെ കാര്യം പറയണം. കുഴൽക്കിണർ വരുമ്പോഴും സർവവ്യാപിത്വം കുറയുന്നില്ല, ക്വാണ്ടിറ്റിയെ കുറയുന്നു. അപ്പോൾ സർവവ്യാപിത്വം തളം കെട്ടി നിർത്തിയാൽ ഇല്ലാതെ ആകില്ല. ഫാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ പല സ്ഥലത്തും. ഈ മുറിയിലെ വായുവിന്റെ സാന്ദ്രത ഈ ഫാനിന്റെ താഴെ കൂടുതലായിരിക്കും. അതുകൊണ്ട് പുറകിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റെന്ന് പറയുമോ, ഒന്ന് ഫാൻ ഓഫാക്കുമോ, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുകയില്ല. സർവവ്യാപിത്വത്തെ ഇല്ലാതെയാക്കാതെ അതിനെ തളം കെട്ടി നിർത്താൻ സാധിക്കും. ഫിസിക്സിലും അങ്ങനെ ഒരു സാധനമുണ്ട്, ഹോളോഗ്രാം എന്നാ പറയാ. അതായത് ഒരു ഹോളോഗ്രാം പടത്തിന്റെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്ത് അത് വികസിപ്പിച്ചാൽ അതിൽ മുഴുവൻ ചിത്രവും കാണാൻ സാധിക്കും. അതായത് ഒരു ഭാഗത്തിനകത്ത് മുഴുവനും, ദ ഹോൾ ഇൻ ദ പാർട്ട്, ഹോളോഗ്രാമിൽ കാണാം. അപ്പോൾ അതിന്റെ സർവവ്യാപിത്വത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല ഈ തളം കെട്ടി നിർത്തുന്നത് കൊണ്ട്. ഈ തളം കെട്ടി നിർത്തുന്നത് എങ്ങനെയാ? അപ്പൊ അടുത്ത ചോദ്യം വരും, ഞങ്ങൾക്ക് എവിടെ വേണേലും സിനിമാ തിയേറ്റർ പണിയാം, നിങ്ങൾ എവിടെ വേണേലും അമ്പലം പണിയോ? ഇല്ല, ഞങ്ങൾ എവിടെ വേണേലും അമ്പലം പണിയില്ല. എന്താ കാരണം? ഭൂമിക്കടിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എവിടെ വേണമെങ്കിലും കുഴിച്ചാൽ കിണറുണ്ടാവാം, വെള്ളം കിട്ടണം. എന്താ എവിടെ വേണമെങ്കിലും കുഴിക്കാതെ ചില പ്രത്യേക സ്ഥാനത്ത് മാത്രം കുഴിക്കണേ? ചില പ്രത്യേക സ്ഥാനത്ത് കുഴിച്ചാൽ കിട്ടുന്ന വെള്ളം മാത്രമേ മനുഷ്യന് ഉപയോഗപ്രദമാകുകയുള്ളൂ. ബോർവെൽ കുഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, എവിടെയെങ്കിലും കുഴിച്ചാൽ വെള്ളം കിട്ടും, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. മനുഷ്യന് ഉപയോഗപ്രദമാകണമെങ്കിൽ ചില പ്രത്യേക സ്ഥലത്ത് കുഴിക്കണം. അതുപോലെ മനുഷ്യന് ഉപയോഗപ്രദമാകണമെങ്കിൽ ചില പ്രത്യേക സ്ഥലത്ത് ക്ഷേത്രം പ്രതിഷ്ഠിക്കണം. എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചാൽ പറ്റില്ല. ഇത് ഈശ്വരന് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മനുഷ്യരാശിക്ക് ഗുണമുണ്ടാകുന്ന സ്ഥലത്ത് വേണം അത് പ്രതിഷ്ഠിക്കാൻ. അപ്പൊ ആരെയാണ് പ്രതിഷ്ഠിക്കാൻ, ഈ സ്ഥലം നല്ലതാണോ എന്ന് നോക്കാൻ വിളിക്കേണ്ടത്? വാസ്തുശില്പിയെ, സ്ഥപതിയായ വാസ്തുശില്പിയെ വിളിച്ചുകൊണ്ടുവന്ന് ഭൂമിക്ക് മുകളിലൂടെ ഒഴുകുന്ന കാന്തികോർജം നല്ലതാണോ എന്ന് പരിശോധിക്കണം. ഭൂമിയും ഭൂമിയുടെ കാന്തികോർജവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭൂപരീക്ഷയിലൂടെ കാന്തികോർജത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഭൂപരിശോധനയൊക്കെ നടത്തി സ്ഥലം നല്ലതാണ് എന്ന് വിധിക്കും. നല്ലതാണ് എന്ന് വിധിച്ചു കഴിഞ്ഞാൽ ഒരു തന്ത്രിയെ കൊണ്ടുവരും. തന്ത്രി വന്ന് ആ ക്ഷേത്രത്തിന്റെ പരിധിയിൽ ആ പ്ലാശിന്റെ ഇല കൊണ്ടൊരു തൂപ്പുണ്ടാക്കി, പിള്ളേരെ തൂപ്പ് കളിക്കുന്നത് പോലത്തെ ഒരു തൂപ്പുണ്ടാക്കി, ഒരൊറ്റ മുണ്ട് തറ്റുകൊടുത്ത് ആ ഭൂമി മുഴുവനൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അല്ലയോ സൂക്ഷ്മജീവികളെ, ഈ ഭൂമി വിട്ട് നിങ്ങൾ പോകണം, കാരണം ഞാൻ ഇത് അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാൻ പോകുന്നു. യജമാനു വേണ്ടിയിട്ടാണ് ആചാര്യൻ പറയുന്നത്. അപ്പോ 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതി വരെ 14ാം നൂറ്റാണ്ടിലെ ടെക്സ്റ്റില്, തന്ത്രസമുച്ചയം എന്ന ടെക്സ്റ്റില് എഴുതിയ ഒരു ക്രിയയാണ് ഞാനിപ്പോ വിവരിച്ചത്. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതി വരെ
അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതി വരെ ഇതൊക്കെ മോശമാണ്, പ്രാകൃതമാണെന്നൊക്കെ പറയാമായിരുന്നു ഇവിടുത്തെ യുക്തിവാദികൾക്ക്. ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ? അവരേറ്റവും വലുതായിട്ട് കരുതുന്ന ഒരു ശാസ്ത്രമുണ്ട്. അത് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും. എൻവയറമെന്റൽ സയൻസ്, ഈക്കോളജിക്കൽ ഇഷ്യൂസ്, പാരിസ്ഥിതിക പ്രശ്നം. രോമാഞ്ചുണ്ടായി പല യുക്തിവാദികൾക്കും പുരോഗമനാശയങ്ങൾക്കും ഈ ചില വാക്കുകൾ കേട്ടാൽ രോമാഞ്ചുണ്ടാവും. ഇക്കോളജി, എൻവയറമെന്റൽ സയൻസ്, പരിസ്ഥിതി സംരക്ഷണം, വലിയ സന്തോഷമായി. ഈ പരിസ്ഥിതി സംരക്ഷണം പഠിക്കുമ്പോൾ, ഈ എൻവയറമെന്റൽ സയൻസ് പഠിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും ഒരു ചെങ്ങലയിലെ വ്യത്യസ്ത കണ്ണികളെന്നോണം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് പഠിക്കും. അതിനെ ഫുഡ് ചെയിൻ എന്നാണ് വിളിക്കുക. അത് ഏതെങ്കിലും ഒരു ജീവൻ ഇല്ലാതെയായാൽ മുഴുവൻ ജീവന്റെയും നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പോൾ ഒരു ജീവിയെയും അനാവശ്യമായിട്ട് കൊല്ലാൻ പാടില്ല. എല്ലാത്തിന്റെയും ആവശ്യകതയുണ്ട് ലോകത്തിൽ. ഈ ഫുഡ് ചെയിൻ മനസ്സിലാക്കിയ എൻവയറമെന്റൽ സയന്റിസ്റ്റ് രംഗപ്രവേശം ചെയ്യുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ പ്രാകൃതനായ മനുഷ്യൻ ഒരു തൂപ്പെടുത്തടിച്ചു വാരി പ്രാർത്ഥിച്ചു, അല്ലയോ സൂക്ഷ്മജീവികളെ, നിങ്ങൾ ഈ ഭൂമി വിട്ടു പോകണം. എത്ര ഉദാത്തമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നായിരിക്കും ഇത്ര എളിയ ഒരു ക്രിയ ഉടലെടുക്കുക എന്നൊന്ന് ആലോചിച്ചു നോക്കുക. കുമാരനാശാൻ പണ്ട് പാടിയതുപോലെ, ഒന്നല്ലി നാമ ഈ സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈഹ തീർത്തതു നമ്മയെല്ലാം എന്ന അനുഭവിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അന്ധവിശ്വാസ ജടിലമല്ല, ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ആശയത്തെക്കാൾ പുരോഗമനപരമായ ആശയമാണിത്. കാരണം ഒരു കാലത്ത് ഈ പുരോഗമനവാദികളെല്ലാം കൂടി സർപ്പക്കാവുകളെല്ലാം വെട്ടിനകത്തി സർപ്പക്കാവിലിരുന്ന സർപ്പബിംബങ്ങളെല്ലാം എടുത്ത് പൊട്ടക്കിണറ്റിലെറിഞ്ഞു. ഇതൊക്കെ അന്ധവിശ്വാസമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് 20-ാം നൂറ്റാണ്ടിലെ എൻവയറമെന്റൽ സയൻസ് രംഗപ്രവേശം ചെയ്തത്. എൻവയറമെന്റൽ സയൻസ് രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞപ്പം ഇവര് പറഞ്ഞു, പുരോഗമനവാദികൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും സർപ്പക്കാവ് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നോളൂ, ഞങ്ങൾ സംരക്ഷിച്ചോളാം. എന്താ കാര്യം? അതൊരു ഈക്കോ സിസ്റ്റമാണ്. ആ ഈക്കോ സിസ്റ്റം നിലനിൽക്കുമ്പോൾ വാട്ടർ വേപ്പർ കോണ്ടന്റ്, ഹ്യൂമിഡിറ്റി കൺട്രോൾഡ് ആവുകയും ആ കൺട്രോൾഡ് ആകുന്ന ഹ്യൂമിഡിറ്റി കാരണം റെയിൻഫോൾ കൃത്യമായിട്ട് കിട്ടുകയും ആ റെയിൻഫോൾ കൃത്യമായി കിട്ടുന്നത് സ്റ്റോർ ചെയ്യാൻ ഒരു റിസർവോയർ, കുളം എന്ന് നിങ്ങൾ പറയുന്ന സാധനം, അതും കൂടി ഉണ്ടെങ്കിൽ വാട്ടർ ടേബിൾ ബാലൻസ്ഡ് ആവുകയും ഭൂമി ഫെർട്ടൈൽ ആവുകയും ചെയ്യും. ഒന്നും മനസ്സിലായിട്ടല്ല, പക്ഷെ ഇംഗ്ലീഷിലാണ് കേട്ടത് എന്നുള്ളത് കൊണ്ട് വല്ല കാര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെല്ലാം അംഗീകരിച്ചു. നമ്മുടെ പഴയ മഹർഷീശ്വരന്മാർ, കാർന്നോരുമാര് മലയാളത്തിൽ പറഞ്ഞു, മക്കളെ കാവ് തീണ്ടരുത്. കാവ് തീണ്ടരുതെന്ന് പറഞ്ഞാൽ മരം വെട്ടരുത്. കാവ് തീണ്ടിയാൽ കുളം വറ്റും, കുളം വറ്റിയാൽ സന്തതിയും സമ്പത്തും ഇല്ലാണ്ടാവും. അവർ മലയാളത്തിൽ പറഞ്ഞതൊക്കെ സൂപ്പർസ്റ്റിഷൻ. അതേ സമയത്ത് ഇംഗ്ലീഷില് ഈക്കോ സിസ്റ്റം, ഹ്യൂമിഡിറ്റി കൺട്രോൾ, റെയിൻഫോൾ, വാട്ടർ റിസർവോയർ, വാട്ടർ ടേബിൾ ബാലൻസ്, ഫെർട്ടിലിറ്റി എന്നൊക്കെ കേട്ടപ്പോ സന്തോഷമായി. ഇനി നമുക്ക് ഈ കാരണവന്മാർ, ഇംഗ്ലീഷ് അറിയാത്ത കാരണവന്മാര് പറഞ്ഞ വിവരക്കേടിലേക്ക് ഒന്ന് എത്തി നോക്കാം. എന്താ അവർ പറഞ്ഞതെന്നൊന്നറിയാവോ? മക്കളെ കാവ് തീണ്ടരുത്. കാവ് തീണ്ടരുത് എന്ന് പറഞ്ഞാൽ ഈ ഈക്കോ സിസ്റ്റം നശിപ്പിക്കരുത് എന്നർത്ഥം. കാവ് തീണ്ടിയാൽ കുളം വെട്ടും. കാരണം ഈക്കോ സിസ്റ്റം നശിപ്പിക്കപ്പെട്ടാൽ ഹ്യൂമിഡിറ്റി കൺട്രോൾഡ് അല്ലാണ്ടെയാകും, റെയിൻഫോൾ കുറയും. റെയിൻഫോൾ കുറഞ്ഞാൽ കുളം വറ്റും. കുളം വറ്റിയാൽ ഈൽഡ് കുറയും, ഫെർട്ടൈൽ അല്ലാണ്ടാകും ഭൂമി. ഈൽഡ് കുറഞ്ഞാൽ കഴിക്കാനുള്ളത് കുറയും. കഴിക്കാനുള്ളത് കുറഞ്ഞാൽ ന്യൂട്രീഷ്യൻ അകത്ത് ചെല്ലുന്നത് കുറയും. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വസ്തുക്കൾ അകത്ത് ചെല്ലുന്നത് കുറഞ്ഞാൽ പ്രത്യുൽപാദന ശേഷി കുറയും, സന്തതികൾ ഇല്ലാണ്ടെയാകും. എത്ര സിമ്പിളാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മക്കളെ കാവ് തീണ്ടരുത്, കുളം വറ്റും, സന്തതിക്കും സമ്പത്തിനും കുഴപ്പമുണ്ടാകും. അവരെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് സർപ്പക്കാവുകൾ രക്ഷപ്പെട്ടേനെ. ഇതൊക്കെ തട്ടി നൂർത്തി അന്ധവിശ്വാസം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സായിപ്പ് എൻവയറമെന്റൽ സയൻസ് എന്ന് പറഞ്ഞു വന്നപ്പോൾ ഈക്കോ സിസ്റ്റം, ഹ്യൂമിഡിറ്റി കൺട്രോൾ, വാട്ടർ ടേബിൾ ബാലൻസ്, ഫെർട്ടിലിറ്റി ഒന്നും മനസ്സിലായിട്ടല്ല. പക്ഷെ ഇംഗ്ലീഷിൽ കേട്ടാൽ എന്തും ഞങ്ങൾ അംഗീകരിക്കും. മലയാളത്തിൽ പറയരുത്, സംസ്കൃതത്തിൽ ഒട്ടുമരുത്. ഇതാണ് നമ്മുടെ കുഴപ്പം. അപ്പോൾ അങ്ങനെ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഇതുപോലത്തെ ഒരു ക്രിയ സാധ്യമാവുകയുള്ളൂ എന്നതിൽ നിന്ന് പ്രാകൃതന്മാരാണെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ മനീഷികൾ, മഹർഷീശ്വരന്മാർ, അവരല്ലേ ഏറ്റവും ഉദാത്തമായ ചിന്തയുടെ അധികാരികൾ? ഓർത്തു നോക്കേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഞാൻ തരികയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് അടുത്ത് ആലോചിച്ച് നോക്കിയാൽ ഇവരോടുള്ള ബഹുമാനം നമുക്ക് 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ
ഒരു ക്രിയയൊക്കെ ചെയ്ത് ഭൂമി ശുദ്ധമാക്കി ഭൂമിയെ കണക്കുകൊണ്ട് കീറി മുറിക്കുവാൻ സ്ഥപതിയെ വീണ്ടും ഏൽപ്പിക്കുന്നു. സ്ഥപതി തന്റെ കണക്കുകൾ കൊണ്ട് ഈ ഭൂമിയെ കീറി മുറിച്ചതിന് ശേഷം അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഊർജത്തെ തളം കെട്ടി നിർത്തി ആ ഊർജത്തെ അധ്യാത്മവത്കരിക്കാൻ വേണ്ടി തന്ത്രിയെ പുനരേൽപ്പിക്കുന്നു. തന്ത്രി അത് മുഴുവൻ ഏറ്റെടുത്ത് പ്രതിഷ്ഠ എന്ന മഹാക്രിയ നടത്തി പ്രതിഷ്ഠയുടെ അവസാനം ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ശ്രീകോവിലിൽ നിന്ന് പുറത്തോട്ടിറങ്ങും. പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന, ഞങ്ങളുടെ സുഖത്തിനു വേണ്ടിയും ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും അല്ലയോ അയ്യപ്പസ്വാമി അവിടുന്ന് ഇവിടെ കുടികൊണ്ടാലും. അതാണ് അർത്ഥം, ആ ശ്ലോകത്തിന്റെ അർത്ഥം. വേറെയും കുറച്ചും കൂടി ശ്ലോകമുണ്ട് അതിന്റെ ബാക്കി, അത് നമുക്ക് പ്രസക്തമല്ല. അപ്പൊ ഇവിടുത്തെ അയ്യപ്പസ്വാമിയുടെ ഡ്യൂട്ടി എന്താ? അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിച്ചതാരാ? തന്ത്രി. തന്ത്രി എന്തു പറയുന്നുവോ അതനുസരിക്കാൻ ശിഷ്യനായ ക്ഷേത്രപുരുഷൻ ബാധ്യസ്ഥനാണ്. ക്ഷേത്രത്തിന്റെ പിതൃസ്ഥാനമല്ല തന്ത്രിക്കുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. തന്ത്രഗ്രന്ഥങ്ങളിൽ ഒന്നും പിതൃസ്ഥാനീയനായിട്ട് തന്ത്രിയെ പറയുന്നില്ല. തന്ത്രസമുച്ചയത്തിൽ 3 പദങ്ങൾ കൊണ്ട് മാത്രമേ തന്ത്രിയെ വിവക്ഷിക്കുന്നുള്ളൂ. തന്ത്രി എന്നുള്ള പദം പോലും പിന്നെ വന്നതാണ്. മന്ത്രി, ആചാര്യൻ, ഗുരു. ഈ 3 പദങ്ങൾ കൊണ്ട് മാത്രമേ ആചാര്യനെ വിവക്ഷിക്കുന്നുള്ളൂ. മറ്റ് തമിഴ് സമ്പ്രദായങ്ങളിലുള്ള പേര് ആചാര്യൻ എന്നാണ് തന്ത്രി എന്ന് പറയാറ്. തന്ത്രി കേരളത്തിന്റെ ഒരു പ്രത്യേക പേരാണ്. തന്ത്രിയുടെ ക്ഷേത്രത്തിന്റെ അച്ഛനല്ല തന്ത്രി, ക്ഷേത്രത്തിന്റെ ഗുരുനാഥനാണ് തന്ത്രി. അച്ഛനേക്കാൾ വലിയ സ്ഥാനമാണ് ഗുരുനാഥന്. ഗുരുനാഥൻ എന്തു പറയുന്നുവോ അത് അക്ഷരം പ്രതി കേൾക്കാൻ ശിഷ്യനായ അയ്യപ്പസ്വാമി ബാധ്യസ്ഥനാണ്. അതായത് ഇവിടുത്തെ അയ്യപ്പസ്വാമിക്ക് 2 ജോലിയെ ചെയ്യാൻ അധികാരമുള്ളൂ: അനുഗ്രഹിക്കുവാനും സുഖം തരുവാനും. നിങ്ങളോട് ഈ അയ്യപ്പസ്വാമി കോപിച്ചു എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നടക്കി ചെന്ന് വിളിക്കാം, അയ്യപ്പസ്വാമി ഗുരുത്തക്കേട് കാണിക്കരുത്. കാരണം അങ്ങയോട് അങ്ങയുടെ ഗുരുനാഥൻ എന്താ ആജ്ഞാപിച്ചിരിക്കുന്നത്? എന്താണ് ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായന. ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആയിക്കൊണ്ടും ഞാനടക്കമുള്ളത് ഞങ്ങളുടെ സുഖത്തിന് വേണ്ടി ആയിക്കൊണ്ടും ഇരിക്കാൻ. അപ്പം എന്നോട് കോപിച്ചാൽ അങ്ങേക്ക് ഗുരുത്തക്കേടുണ്ടാവും. അയ്യപ്പൻ കോപിക്കുകയല്ല. കോപിക്കാൻ ഒരു ദൈവത്തിനും ശക്തിയുമില്ല. കാരണം കോപിക്കാനല്ല അവരെ പിടിച്ചിരുത്തിയിരിക്കുന്നത്, നമ്മളെ സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനുമാണ്. അപ്പോൾ നമുക്ക് വലിയ സംരക്ഷണവും അനുഗ്രഹവും ഒന്നും കിട്ടുന്നില്ലല്ലോ. കാലം കുറയായി അമ്പലത്തിലൊക്കെ പോകുന്ന വലിയ കാര്യമൊന്നുമില്ല. അറിയാതെ തികട്ടി വന്നാലും പേടി കൊണ്ടത് അടിച്ചമർത്തിട്ട് ഭഗവാനെ വേണ്ടാത്തതൊന്നും തോന്നിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേണ്ടാത്തത് തോന്നുകയും ചെയ്യും. പക്ഷെ അപ്പോഴൊക്കെ പ്രാർത്ഥന കൊണ്ട് അടിച്ച് അമർത്തുക. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്, എത്ര കാലമായി അമ്പലത്തിൽ പോകുന്ന വലിയ ഗുണമൊന്നുമില്ല. കാരണം ഗുണമുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വെറുതെ ഒന്ന് നോക്കാം. ഈ ലോകത്ത് മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ഒരൊറ്റ വിഭാഗം ജനതയുള്ളൂ, അത് നമ്മളാ. വേണ്ടത്ര പണമുണ്ടോ കയ്യിൽ? ഇല്ല. ഭൂമിദേവിയെ ആരാധിക്കുന്ന ഏക വിഭാഗം ജനത നമ്മളാ. വേണ്ടത്ര ഭൂമിയുണ്ടോ കയ്യില്? ഇല്ല. സരസ്വതീ ദേവിക്ക് പുസ്തകം പൂജയ്ക്ക് വെച്ച് എടുക്കുന്ന ലോകത്തിലെ ഏക വിഭാഗം നമ്മളാ. വേണ്ടത്ര വിദ്യാസമ്പന്നരാണോ? അല്ല. അന്നപൂർണേശ്വരിയെ പൂജിക്കുന്ന ഏക വിഭാഗം ജനത നമ്മളാ. വേണ്ടത്ര ഉണ്ണാനുണ്ടോ? ഇല്ല. എന്തേ? ഈ ദേവിമാരെല്ലാവരും പൂജ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? ഒന്നുകിൽ ഇവർക്കൊന്നും ശക്തിയില്ല എന്ന് നമ്മൾ പറയണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് അന്വേഷിക്കണം. ഇവർക്കൊന്നും ശക്തിയില്ല എന്നോ ഈ സങ്കല്പങ്ങളെല്ലാം അവാസ്തവമാണെന്നോ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അല്പനേരത്തെ പ്രഭാഷണം കൊണ്ട് മഹർഷീശ്വരന്മാരുടെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയത കാണും എന്ന് നമുക്ക് മനസ്സിലായി. ആ ശാസ്ത്രീയതയുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയപരിധി അനുവദിക്കില്ല. കാരണം അതൊക്കെ ഒരു വലിയ വിഷയമാണ് അതൊക്കെ. അപ്പൊ അത് നമ്മൾ വിടുക. മഹർഷീശ്വരന്മാരുടെ സങ്കല്പമായതുകൊണ്ട് അതിന് പ്രസക്തി ഉണ്ട്. അപ്പൊ നമുക്കതിനോടുള്ള പെരുമാറ്റമാണ് മാറ്റേണ്ടത്. നമ്മൾ അതിനോട് സമീപിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് ദൈവം നന്നാവാനല്ല. അയ്യപ്പസ്വാമിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു ഇത്തിരി ക്ഷീണമുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് അയ്യപ്പസ്വാമിക്ക് 2 ലിറ്റർ പാൽപ്പായസം എന്റെ വക, അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടോ? വിചാരിക്കുകയല്ല. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോണത്. ദൈവം നന്നാവാനല്ല, ഞാൻ നന്നാവാനാണ്. അപ്പൊ ഞാൻ പോകുന്നത് കറക്റ്റായിട്ടായിരിക്കണം.
അപ്പോൾ അമ്പലത്തിൽ എങ്ങനെയാണ് പോകേണ്ടത്, അമ്പലത്തിൽ ചെന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും എടുത്തല്ല പറയുന്നത്. നമ്മൾ നിത്യവും ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പുനഃപരിശോധിക്കുക മാത്രമാണ്. അതിലെന്തെങ്കിലും ശരിയായിട്ടുള്ളതല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് തിരുത്തണം, അത്രേ ഉള്ളൂ. അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്നത് ഒരു പൂജയാണ് എന്ന് നമ്മുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞു. അതായത് ക്ഷേത്ര ദർശനം നടത്തുന്നത് തന്നെ ഒരു പൂജയാണത്രേ, അല്ലാണ്ട് ശ്രീകോവിലിനകത്ത് മാത്രം നടത്തുന്നതല്ല. 5 പൂജകളായിട്ടാണ് ക്ഷേത്ര ദർശനത്തെ തിരിച്ചിരിക്കുന്നത്. അഭിഗമനം, ഉപാദാനം, ഇജ്യ, സ്വാധ്യായം, യോഗം. 5. അഭിഗമനം, പേരൊന്നും കേട്ട് ഞെട്ടണ്ട, ഇതിന്റെ ഒക്കെ മലയാളം ഞാൻ പറയും. അഭിഗമനം, ഉപാദാനം, ഇജ്യ, സ്വാധ്യായം, യോഗം. അതിൽ ആദ്യത്തേത് എടുക്കുക. അഭിഗമനം, ദേവനിരിക്കുന്ന ദിക്കിനെ നോക്കിയിട്ടുള്ള ഗമനം. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ കുളിച്ചു തൊഴുക എന്നർത്ഥം. എത്ര കാലമായി കുളിച്ചു തൊഴാൻ തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, വരട്ടെ അങ്ങനെ പറയാൻ. നോക്കാം എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.